Good evening, dear all. Engineering Skill Deskന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അതുപോലെ തന്നെ നമ്മളുടെ രാജ്യം 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന സോളിഡ് വർക്സിന്റെ ഒരു ഫീച്ചറാണ് റിബ് എന്ന് പറയുന്നത്. ഈ റിബ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് എക്സ്ട്രൂഡഡ് ഫീച്ചർ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് റിബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാരിയല്ലുകൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം. വാരിയല്ലുകൾക്ക് സമാനമായിട്ടുള്ളത് ഇതുപോലെ കാണുന്ന സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ടൂളാണ് റിബ് എന്ന് പറഞ്ഞ ടൂള്. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് നോക്കാം. അപ്പൊ ഈ ഒരു മോഡലിലേക്ക് ഈ രണ്ട് റിബുകൾ ആഡ് ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ റിബുകൾ ആഡ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് റിബ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. അപ്പൊ ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിബ് ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ തീർച്ചയായും ലഭിച്ചിട്ടുണ്ടാകും. ഈ ഒരു സ്റ്റെപ്സിലാണ്, ഈ ഒരു പ്ലാനിലാണ് നമ്മളുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു സ്ക്വയർ വരച്ചിട്ട് അതിനെ എക്സ്ട്രൂഡ് ബോസ് ചെയ്യുന്നു. അതിനുശേഷം ഷെൽ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഷെല്ല് ചെയ്യുന്നു. ഷെൽ എന്ന് പറഞ്ഞ ഫീച്ചർ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ലാത്തവർ ഈ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. തീർച്ചയായും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഷെൽ എന്ന് പറഞ്ഞ ടൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലാക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഡ്രോ ചെയ്തിട്ട് റിബ് എന്ന് പറഞ്ഞ ടൂള് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഫൈനൽ ഇതിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് നമ്മളുടെ പ്ലാൻ. നമുക്ക് സമയം കളയാതെ നമ്മളുടെ സോളിഡ് വർക്സിലേക്ക് പോവാം. അങ്ങനെ സോളിഡ് വർക്സ് നമ്മളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോളിഡ് വർക്സ് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻസിലേക്ക് നമ്മളുടെ മെഷർമെന്റ് യൂണിറ്റുകളെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ എന്നത്തെയും പോലെ അത് ചെയ്യുന്നു. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സ് ആണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക. പ്ലെയിൻ സെലക്ട് ചെയ്തതിനു ശേഷം നോർമൽ ടു ആക്കി. അതിനുശേഷം നമ്മൾ സ്കെച്ചിൽ വന്നിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് രണ്ട് എഡ്ജുകൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ഈക്വൽ ആക്കുന്നു. അതിനുശേഷം നമ്മൾ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി 10 സെന്റിമീറ്റർ. ഓക്കെ. അതിനുശേഷം സ്മാർട്ട് ഡയമെൻഷൻസ് നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. എക്സിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫീച്ചേഴ്സിൽ വരുന്നു. എക്സ്ട്രൂഡ് ബോസ് കൊടുക്കുന്നു. 4 സെന്റിമീറ്റർ. സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ കൊടുത്ത് നമ്മൾ ആ ഒരു ഇതിനെ ഈ ഒരു തരത്തിലാക്കി. ഇതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ച ടൂൾ ഉപയോഗിക്കാം. ഷെൽ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കിതിനെ ചെയ്യാം. നമ്മൾ ഷെൽ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അല്ല മറ്റെന്തെങ്കിലും മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. സോ ഷെല്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഏത് ഫേസ് ആണ് ഷെല്ല് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. റിവ്യൂ സെലക്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ എന്തുമാത്രം തിക്നെസ് ആണ് ഇതിൻ്റെ ഷെല്ലിന് വേണ്ടത്, അതായത് ഈ വിട്ട് എന്തുമാത്രമാണ് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വിട്ടിൽ ഷെല്ല് ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഷെല്ല് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് റിബാണ്. അപ്പോൾ റിബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ക്രോസ് സെക്ഷൻ വ്യൂ സെലക്ട് ചെയ്യുന്നു. ക്രോസ് സെക്ഷൻ വ്യൂ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു പ്ലെയിൻ വരുന്നുണ്ട്. ആ ഒരു പ്ലെയിനിൽ നമുക്കൊരു റിബ് വരയ്ക്കാം. ആ ഒരു പ്ലെയിൻ ഏതാണെന്ന് നോക്കുന്നതിന് വേണ്ടി ഇവിടെ ജസ്റ്റ് മൗസ് ഇങ്ങനെ ഹോവർ ചെയ്താൽ മതി. ഹോവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട് പ്ലെയിൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പ്ലെയിനിൽ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ആ റിബ് എന്ന് പറഞ്ഞ ടൂളിനെ അപ്ലൈ ചെയ്ത് നോക്കാം.
സോ ഫ്രണ്ട് പ്ലെയിനെ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് ഫ്രണ്ട് പ്ലെയിനിൽ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലൈനെ സെലക്ട് ചെയ്യുന്നു. ലൈനെ സെലക്ട് ചെയ്തിട്ട് ഇതാ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് എയറിലാണ് ആ ലൈൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ റിബ് എന്ന് പറഞ്ഞ ടൂൾ ഒരു സ്പെഷ്യൽ ടൂൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ നമുക്ക്, അതായത് ഫുള്ളി ഡിഫൈൻഡ് ആകണമെന്നൊന്നും ഇല്ല ആക്ച്വലി ഈ ടൂൾ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ വരച്ച ലൈൻ എയറിലാണ് നിൽക്കുന്നത്, പക്ഷെ ഫ്രണ്ട് പ്ലെയിനിലാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാകുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സിൽ വന്നിട്ട് റിബ് എന്ന് പറഞ്ഞ ഈ ടൂൾ, ഈ സാധനമാണ് റിബ് ടൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിബ് ഫീച്ചർ എന്ന് പറയും. അതിനെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 2 യെല്ലോ മാർക്കും ഒരു ആരോയുടെ ഇതും വന്നിരിക്കുന്നത്. ഈ യെല്ലോ മാർക്ക് സൂചിപ്പിക്കുന്നത് ഈ സെന്റർ ലൈൻ, അതായത് നമ്മൾ വരച്ച ലൈനിൽ നിന്നും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് മെറ്റീരിയൽസിനെ ആഡ് ചെയ്ത് വരണോ അതോ ഏതെങ്കിലും ഒരു സൈഡിൽ മതിയോ എന്നുള്ളതാണ് ആ ഒരു യെല്ലോ മാർക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ഐക്കൺസ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ഇതിനെ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഏത് സൈഡിലാണ് നമ്മൾ വരച്ച ലൈനിന്റെ ഏത് സൈഡിലാണ് മെറ്റീരിയൽസ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇത് സെലക്ട് ചെയ്യുന്നത് വഴി മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വരച്ച ലൈനിൽ നിന്ന് എന്ത് ഡിസ്റ്റൻസിലാണ് നമുക്ക് നമ്മുടെ ആ ഒരു ലൈൻ വരേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. നമുക്കിപ്പോൾ ഒന്ന് ഓക്കെ കൊടുത്ത് നോക്കാം. ഓക്കെ കൊടുത്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം ഇത്രയും ആ ഒരു വരച്ച ലൈനിൽ നിന്നും ഇങ്ങോട്ട് മെറ്റീരിയൽസ് ആഡായി. അത് മാത്രമല്ല, നമ്മൾ വരച്ച ലൈനിന്റെ ലൈൻ എക്സ്റ്റെൻഡ് ആയി നെക്സ്റ്റ് ഫേസ് വരെ വന്നിട്ടുണ്ട്. 2 സൈഡിലേക്കും ഈ ലൈൻ എക്സ്റ്റെൻഡ് ആയി വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മെറ്റീരിയൽസ് ഫുള്ള് ആഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് റിബ് എന്ന് പറഞ്ഞ ഈ ഒരു ടൂളിന്റെ പ്രത്യേകത. നമ്മൾ ജസ്റ്റ് ഒരു എയറിലൊരു വര വരച്ചു, പക്ഷെ ആ ഒരു വര ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെറ്റീരിയൽസിനെ ആഡ് ചെയ്ത് ഒരു റിബ് ക്രിയേറ്റ് ചെയ്തു. ഈ റിബിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ്, അതായത് ഈ ആരോയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺവേർഡ്സ് ആണ്. അതിന് വരെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊടുത്തു. അപ്പോൾ ആരോയുടെ ഡയറക്ഷൻ മാറിയത് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു രീതിയിലായിരിക്കും റിബ് ആഡ് ആകും. നമുക്കൊന്ന് ഓക്കെ എടുത്ത് നോക്കാം. കണ്ടില്ലേ, ഈ വരച്ച ലൈനിൽ നിന്നും ഇത്ര ലെഫ്റ്റിലോട്ടും റൈറ്റിലേക്കും മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഡയറക്ഷനിൽ മെറ്റീരിയൽസ് ആഡ് ആയിട്ട് പോയി. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഫ്ലിപ്പ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നതിന് പകരം തിരിച്ച് ഫ്ലിപ്പ് മെറ്റീരിയൽ സൈഡ് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും വരിക. ഓക്കെ, പക്ഷെ അങ്ങോട്ട് ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഇത് കഴിയുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. കണ്ടോ, തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമുക്കിനിയിപ്പം ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിന്റെ ബേസ് വന്നിട്ട് വീതിയിൽ വേണം. അതായത് ഇത് സ്റ്റാർട്ടിങ് ആണല്ലോ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഇവിടുന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും വീതി കൂടി വരണോ വീതി കുറഞ്ഞു വരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഡ്രാഫ്റ്റ് ഔട്ട്വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 ഡിഗ്രി ആണ്. ജസ്റ്റ് മേക്ക് ഇറ്റ് 2 or 3 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു സ്ലാൻഡ് ഇവിടെ എന്തായാലും ഉണ്ടായിരിക്കും. ഇവിടെ കുറച്ച് വലുതായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. കുറച്ചുകൂടി ഒന്ന് നമുക്ക് മാറ്റി നോക്കാമല്ലോ. കണ്ടില്ലേ, ഇവിടെ വീതി കുറഞ്ഞും താഴേക്ക് പോകുമ്പോഴത്തേക്കും വീതി കൂടിയുമായിട്ടായിരിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ഔട്ട്വേർഡ്സ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ 8 ഡിഗ്രി ഡ്രാഫ്റ്റ് ഇൻവേർഡ്സ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് എടുത്ത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പം ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിലായിരിക്കും വീതി കൂടുതൽ, താഴേക്ക് വരുമ്പോഴത്തേക്കും കുറഞ്ഞു വരും. അതായത് ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് പോകുന്ന രീതിയിൽ ആയിരിക്കും ഇതിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്തു നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ജസ്റ്റ് നമുക്ക് ആ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ കണ്ടു നോക്കിയാലേ മനസ്സിലാവും അല്ലേ? അകത്തേക്ക് ചാംഫർ ചെയ്തതുപോലെ ഇരിക്കുന്നതാണല്ലേ. അപ്പം അതാണ് റിബിൻ്റെ മറ്റൊരു എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റിബിൻ്റെ ഈ ഒരു ടൂളിൻ്റെ ഒരു ഇത് ഏകദേശം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ്. ഇത് ഒരു 2.5 ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു റിബ് പോലെ നമുക്ക് മതി. ഓക്കെ, ഇനി നമ്മളുടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട ആ ഒരു സ്കെച്ച് ഇതിനകത്ത് ഡ്രോ ചെയ്തതിന് ശേഷം അതിന് റിബ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പല വിധത്തിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫേസിന് ഡ്രോ ചെയ്തിട്ട് അതിനെ റിബ് മുകളിലേക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസിന് സെലക്ട് ചെയ്തിട്ട് അതിൽ സ്കെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് താഴോട്ട് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു സ്കെച്ച് കൊടുക്കുക. സ്കെച്ച് കൊടുത്തതിന് ശേഷം അവിടെ സ്കെച്ച് ചെയ്യാനുള്ള ആ ഒരു സംഗതി വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ നോർമൽ 2 ആക്കുന്നു. നോർമൽ 2 ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അതിനുശേഷം ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇപ്പം നമ്മൾ ആ ഒരു ഫേസിൽ ആ ഒരു സ്ട്രക്ചർ വരച്ചു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2.5 ഡയമെൻഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. സ്മാർട്ട് ഡയമെൻഷനിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. അതിനുശേഷം ആ സ്കെച്ചിനെ സെലക്ട് ചെയ്തിട്ട് റിബ് എന്ന് പറഞ്ഞ ടൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. റിബ് അപ്പോൾ ചോദിക്കും ഏത് ഡയറക്ഷനിലാണ്, ഡൗൺവേർഡ്സ് ആണ്, അത് നമുക്ക് ഡൗൺവേർഡ്സ് ആണ് വേണ്ടത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. ഇതിലേക്ക് ഡൗൺവേർഡ്സിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമ്മുടെ റിബ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ഒത്തിരി മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ വരുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഡയറക്ഷൻസ് വേണം ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർക്കിൾ ആയതുകൊണ്ട് ഇപ്പം നടക്കില്ല. ഹാഫ് സർക്കിൾ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഭാഗത്തിനെ ഇങ്ങോട്ടത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചേനെ. ഹാഫ് സർക്കിൾ ആണെങ്കിൽ നമുക്ക് താഴത്തോട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്ന ലെഫ്റ്റിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്ന് നമ്മളുടെ ആ ഒരു ടാർഗറ്റിലേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു ഷേപ്പ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ കണ്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഓരോ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് വിർച്വലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തെടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.